സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ശക്തമായ മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. വിവിധ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ദൃശ്യ പുതിയടത്ത് ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ദൃശ്യ, രാവിലെ തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും ജില്ലയിൽ മഴ തുടരുന്നു, അതിശക്തമായ മഴ. എന്തൊക്കെ മുന്നറിയിപ്പാണ് നൽകുന്നത്? വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ജീന, ഇന്ന് രാവിലെ മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടായിരുന്നെങ്കിൽ പോലും അല്പസമയം മുൻപ് വരെ കനത്ത മഴ തുടരുകയായിരുന്നു ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും രാവിലെ കനത്ത മഴയായിരുന്നു. ഇത് കൂടാതെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ തന്നെ ഈ റെഡ് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു. ഈ മലയോര മേഖലകളിലാണ് ഈ കനത്ത മഴ പെയ്യുന്നത്. മലയോര മേഖലയുടെ കുറ്റ്യാടി, ഈ മുക്കം പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇതിലെ ചില പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴയായിരുന്നു. എങ്കിൽ പോലും കുറ്റ്യാടിയിൽ കഴിഞ്ഞ ദിവസം വലിയ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ, വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളം കയറിയ വീടുകളിലൊക്കെ വെള്ളം താഴ്ന്നിട്ടുണ്ട്. ഈ വീടുകളിൽ നിന്ന് മാറ്റിയ ആളുകളെ അവർ തിരിച്ച് വീടുകളിലേക്ക് തന്നെ പോകുന്നൊരു സ്ഥിതിയുണ്ട്. എന്തായാലും ഈ മലയോര മേഖലയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് മലയോര മേഖലയിൽ ഈ ചുരം, താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. 21 വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ എന്തായാലും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ കക്കയം ഡാമിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ഇന്ന് മഴ അതിശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഇടവിട്ട് പലയിടങ്ങളിലും മഴ പെയ്യുന്നു. ഈ ശക്തമായ 50 കിലോമീറ്ററിലധികം വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ഈ വനപ്രദേശങ്ങൾ അടുത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് ഈ രാത്രികാലങ്ങളിലൊക്കെ തന്നെ ആവശ്യമില്ലാതെ പുറത്തു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇന്ന് എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. ജീന.